ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് കോഗ്നിസനിലാണ്. കോഗ്നിസനിൽ ഇപ്പോൾ ഒരു ബൾക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2023, 24, 25 പാസ് ഔട്ട്സ് ആവുന്ന കാൻഡിഡേറ്റ്സിനൊക്കെയാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും അവസരമുണ്ട്, അതേപോലെ ബിടെക് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും അവസരം വന്നിട്ടുണ്ട്. സോ വിവിധ പ്രൊഫൈലുകളിലായിട്ടാണ് ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഡിഗ്രി കാൻഡിഡേറ്റ്സിന് ഒരു വിൻഡോ പ്രൊഫൈൽ ഉണ്ട്, അതുപോലെ ബിടെക് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും മറ്റൊരു പ്രൊഫൈലിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഡയറക്റ്റ് ഓടിച്ചാടി നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, ബിടെക് കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് മീൻസ് ഏത് പ്രൊഫൈലിലേക്കാണ്, ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു കോഗ്നിസന്റ് നമ്മുടെ കേരളത്തിലുമുണ്ട്. കേരളത്തിൽ കൊച്ചിയിലും വേക്കൻസി വന്നിട്ടുണ്ട്. സോ നല്ലൊരു അവസരമാണ് നമ്മുടെ ഫ്രഷേഴ്സിന് ഇതിലൂടെ ലഭിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സ് ലാസ്റ്റിലേക്ക് വെക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ്, അപ്ഡേറ്റ്സ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യം തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള അവസരമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് കഴിഞ്ഞാൽ ഡിഗ്രി കാൻഡിഡേറ്റ്സിൻ്റെ അവസരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ബിടെക് കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. 2025 പാസ് ഔട്ട് ആവുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് അവസരം വന്നിട്ടുള്ളത്. വിവിധ പ്രൊഫൈലുകളിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ജെൻസി നെക്സ്റ്റ്, ജെൻസി പ്രോ, ജെൻസി എന്ന രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. ലൊക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, പൂനെ, കോയമ്പത്തൂർ, കൊച്ചി, ഭുവനേശ്വർ, ഇൻഡോർ മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതൊരു ഫുൾ ടൈം റിക്രൂട്ട്മെന്റ് ആണ്. ഒരു പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. കോഗ്നിസെന്റിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സോ ഇതിനായിട്ട് നിങ്ങൾ മറ്റു പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് നിങ്ങളുടെ ഒരു സ്കിൽസിന്റെയും ഇന്റർവ്യൂയുടെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിന്റെ ഈ ഒരു പോസ്റ്റിന്റെ, ഈ ഒരു ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസ്റ്റിന്റെ ഡെഡ് ലൈൻ വരുന്നത് ജൂൺ 2 ആണ്. ഐ ടി സെക്ഷനിലേക്കാണ്, ഐ ടി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. വാർഷിക ശമ്പളം CTC നോക്കുകയാണെങ്കിൽ 4 ലക്ഷം ടു 4 lakh to 6,75,000 പെർ ആനം ആണ് ഇതിന്റെ ഒരു CTC വരുന്നത്. മെയിൻലി ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യുക, സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുക, ഡീബഗ്, ഡിപ്ലോയ് കോഡ്, മെയിൻലി ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വരുന്നത്. 2025 പാസ്സാവുന്ന ബിടെക്, ME, MTech കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആർ എലിജിബിൾ ടു അപ്ലൈ എന്ന് പറയുന്നുണ്ട്. ബട്ട് ലെതർ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫാഷൻ ടെക്നോളജി അതൊക്കെ എക്സ്ക്ലൂഡഡ് ആണ്, അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. പിന്നെ നല്ല അക്കാഡമിക് റെക്കോർഡ് വേണമെന്ന് പറയുന്നുണ്ട്. മിനിമം 60% മാർക്സ് ആണ്. 10th, 12th, ഡിപ്ലോമയിലൊക്കെ മിനിമം 60% UGയിലും PGയിലും ഒക്കെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ സ്റ്റാൻഡിങ് അരിയേഴ്സ്, സപ്ലി മുതലായ കാര്യങ്ങൾ പാടില്ല എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. സോ നിങ്ങളുടെ റെസ്യൂമെ വെച്ചാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ കോളേജ് ID കാർഡൊക്കെ നിങ്ങൾ കയ്യിൽ കരുതുക. പാൻ കാർഡ് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഞാൻ പറഞ്ഞു ജെൻസി നെക്സ്റ്റ്, ജെൻസി പ്രോ എന്ന രീതിയിലാണ് വരുന്നത്. ജെൻസി പ്രോ ഒക്കെ ഇൻ ഡെപ്ത് സോഫ്റ്റ്വെയർ ടെക്നിക്കൽ സ്കിൽസ് ആണ് അവർ ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ നിങ്ങളുടെ സ്കിൽസ് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറിയാൽ ഈ ഒരു 2025 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള ഒരു വിൻഡോ ആണോ വരുന്നത് നോക്കണം. ആ വിൻഡോ ആണ് വരുന്നതെങ്കിൽ അതിൽ കയറി ഈ ഒരു അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനു മുന്നേ ഒന്നുകൂടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് ഈ ഒരു വെബ് പേജ് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് അടുത്ത അവസരം നോക്കാം. അടുത്ത അവസരം ഗ്രാജുവേറ്റ്സിനുള്ള അവസരമാണ്. 3 ഇയർ ഫുൾ ടൈം ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. അനലിസ്റ്റ് ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് ഹയറിംഗ് വരുന്നത്. 2023ലും 2024ലും പാസ് ഔട്ട്സ് ആവുന്ന കാൻഡിഡേറ്റ്സിനാണ് അവസരം. ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, പൂനെ, മുംബൈ, കൊച്ചിയിലൊക്കെയാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, മെയ് 31 അവസാനിക്കുന്നതാണ്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ IT മേഖലയിലാണ് ഇതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത്.
പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേക്കൻസീസ് എവിടെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലും ഇതിൽ അവസരം വരുന്നുണ്ട്. പിന്നെ ഇതിന് അവർ ചോദിക്കുന്ന സ്കിൽസ് എന്ന് വെച്ചാൽ നല്ല മാനേജ്മെന്റ് സ്കിൽസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്, നല്ല റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്, അതായത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, സ്ട്രോങ് അനലിറ്റിക്കൽ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെയാണ് അവർ വേണമെന്ന് പറയുന്നത്. 2023-24 പാസ് ഔട്ട് ആവുന്ന ഫുൾ ടൈം ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി, BSc മാത്സ്, BSc ഫിസിക്സ്, അതേപോലെ BSc കെമിസ്ട്രി, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ് ഓർ അലൈഡ് സ്ട്രീംസിലൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 60% ത്രൂ ഔട്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷനിൽ വേണം എന്നാണ് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ഏതാ ഇയർ ആണോ പാസ് ഔട്ട് ആവുന്നത് സെലക്ട് ചെയ്യണം. 2023 ആണോ 24 ആണോ, ഈ ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തേണ്ടത്. ഈ ഒരു വെബ് പേജിൽ പോയാൽ ഏറ്റവും അടിഭാഗത്ത് കാണുന്ന ഈ ഒരു അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന രീതി, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. ഈ ഒരു വെബ് പേജിൽ ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി, ഡോക്യുമെന്റ്സിനെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. സോ അതുകൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്ത അവസരം നോക്കാം. അടുത്ത അവസരം വന്നിട്ടുള്ളത് 2025 പാസ് ഔട്ട് ആവുന്ന ഗ്രാജുവേറ്റ്സിനാണ്. 3 വർഷം ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് അവസരം വന്നിട്ടുള്ളത്. സെയിം അനലിസ്റ്റ് ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് അവസരം വന്നിട്ടുള്ളത്. ചെന്നൈയിൽ, ബാംഗ്ലൂര്, കോയമ്പത്തൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, പൂനെ, മുംബൈ, കൊച്ചി മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് അവസരം വന്നിട്ടുള്ളത്. അതായത് 2023-24 അനലിസ്റ്റ് ട്രെയിനിന്റെ സെയിം ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ 2025 പാസ് ഔട്ട്സ് ആവുന്ന ഗ്രാജുവേറ്റ്സിന് ഒരു സെപ്പറേറ്റ് റിക്രൂട്ട്മെന്റ് ആണ് അവർ നടത്തുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു സെപ്പറേറ്റ് പ്രൊഫൈലിലൂടെ അപ്ലൈ ചെയ്യണം എന്നവർ പറയുന്നത്. സോ ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, മെയ് 31 ഈ ഒരു അവസരം അവസാനിക്കുന്നതാണ്. കസ്റ്റമർ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ IT മുതലായ മേഖലയിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ വരുന്നത്. ഞാൻ പറഞ്ഞ ലൊക്കേഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ കൊച്ചിയിലും അവസരം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് ഈ ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതൊക്കെ ഈ ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു വെബ് പേജിൽ കയറുക. ഈ ഒരു വെബ് പേജിൽ കയറിയാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അഡീഷണൽ കുറേ ജോബ് ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ആ ഒരു അനലിസ്റ്റ് ട്രെയിനി പോസ്റ്റിന് പറയുന്ന സെയിം സ്കിൽസ് തന്നെയാണ് ഇതിൽ ചോദിക്കുന്നത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് അവർ പറയുന്നുണ്ട്. നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നല്ല സ്ട്രോങ് അനാലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ വേണമെന്നാണ് അവർ പറയുന്നത്. ഇതിന് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ 2025 പാസ് ഔട്ട്സ് ആവുന്ന ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. ഫുൾ ടൈം ഡിഗ്രി ആയിരിക്കണം. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, IT അലൈഡ് സ്ട്രീംസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10th, 12th ഡിപ്ലോമ അല്ലെങ്കിൽ UGയിലൊക്കെ നിങ്ങൾക്ക് മിനിമം 60% മാർക്സ് വേണം. കറന്റ് ഒരു അരിയേഴ്സോ കാര്യങ്ങളോ, ഒരു സപ്ലിയോ ബാക്ക്ലോഗോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 3 ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് 2025 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ള ലിങ്കാണ്. സോ ആ ഒരു ബിടെക് യോഗ്യത ഉള്ള 2025 പാസ് ഔട്ട്സ് ആവുന്നവരാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാം. അതേപോലെ 2023-24 പാസ് ഔട്ട്സ് ഓൾറെഡി ആയ ഗ്രാജുവേറ്റ്സ് ആണ്, 3 ഇയർ ഫുൾ ടൈം ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ സെക്കൻഡ് ലിങ്കിൽ കയറിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ 2025 പാസ് ഔട്ട് ആവുന്ന ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ലിങ്കായ അനലിസ്റ്റ് ട്രെയിനിയുടെ ലിങ്കിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ 3 വെബ് പേജിന്റെ അടിയിലേക്ക് പോയാലും അപ്ലൈ നൗ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ നല്ലൊരു അവസരമാണ്. കോഗ്നിസന്റിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണത്. മറ്റ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.